നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM-നേറ്റ കനത്ത പരാജയം. അത് പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിലും സമിതികളിലുമൊക്കെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ CPM കമ്മിറ്റികളിൽ വരുന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളുമൊക്കെ. തെരഞ്ഞെടുപ്പിലേറ്റ ആ തിരിച്ചടി അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ കാര്യമായി കുലുക്കിയെങ്കിലും കീഴ്ത്തട്ട് കമ്മിറ്റികളിലും അനുഭാവി വൃന്ദങ്ങൾക്കിടയിലും ആശങ്കയും നിരാശയും ഒക്കെ പടർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മനസ്സിലാക്കിയാകണം ഇതുവരെ മിണ്ടാതിരുന്ന പലരും പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ളവർ അത്തരം അഭിപ്രായം പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികളിലും ഇത്തരം വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിനിടെയാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസ് എന്ന യുവ നേതാവിൻ്റെ പുറത്താക്കൽ വാർത്തയും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകളും വിഴുപ്പലകളും കണ്ടത്. CPM-ൻ്റെ ഭദ്രമായ തട്ടകമെന്ന് കരുതിയിരുന്ന കണ്ണൂരിൽ മനു തോമസിൻ്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുവരുന്ന ചർച്ചകളെ ഏതോ ഒരു കമ്മിറ്റി അംഗത്തിൻ്റെ എന്തോ ഒരു ആരോപണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുമ്പോഴും അതുയർത്തുന്ന ചർച്ചകളുടെ വ്യാപ്തിയും ആഴവും ചെറുതല്ല എന്ന് ഗോവിന്ദൻ മനസ്സിലാക്കുക. കാരണം ആദ്യമായാണ് കണ്ണൂരിലെ CPM നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനും കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾക്കും എതിരായി പരസ്യമായ അഭിപ്രായവും വിയോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പൊതുരംഗത്ത് സ്വന്തം പ്രതിച്ഛായ ഉയർത്തുവാനും തിന്മകൾക്കെതിരെ പോരാടാനും അല്ലെങ്കിൽ അങ്ങനെ പോരാടുന്നുവെന്ന് നടിക്കുവാനും ശ്രമിക്കുന്ന നിരവധി നേതാക്കൾ CPM-ൽ ഉണ്ടെങ്കിലും അവരൊന്നും ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയുടെ അക്രമ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. മുൻപും പലരും പാർട്ടി വിടുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളോ സ്ഥാനമാനങ്ങളെ ചൊല്ലിയോ ഒക്കെ ആയിരുന്നു. പാർട്ടി വിട്ടതിനു ശേഷം അക്രമ രാഷ്ട്രീയത്തെ അവർ വിമർശിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അത്തരം എതിർപ്പുകൾ ഉയർത്തിയിരുന്നില്ല പലപ്പോഴും. ഈ പശ്ചാത്തലത്തിലാണ് മനു തോമസ് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ പ്രസക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ അവസാന വാരം ചേർന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് കമ്മിറ്റി അംഗവും മുൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പുറത്താക്കിയ വിവരം ചർച്ചയാകുന്നത്. കഴിഞ്ഞ 15 മാസമായി യോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കാതിരിക്കുകയും അംഗത്വം പുതുക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭരണഘടന അനുസരിച്ച് സ്വാഭാവികമായി മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്നാണ് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള MV ജയരാജൻ അറിയിച്ചത്. 3 വർഷം മുമ്പ് മലബാറിലെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിലുള്ള പോരിനിടെ ഈ കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതും തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണങ്ങളിൽ കണ്ണൂരിലെ DYFI നേതാക്കളുടെ പേരുകൾ ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതുമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്ന് പറയാം. 2021 ജൂണിൽ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയ സംഘത്തിൽ നിന്ന് മറ്റൊരു സംഘം സ്വർണം തട്ടിയെടുക്കുവാൻ ശ്രമിക്കുകയും അതിനിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 5 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിനിടയിലാണ് സ്വർണ്ണക്കടത്ത് പൊട്ടിച്ചു തട്ടിയെടുക്കുന്ന സംഘത്തിൻ്റെ സൂത്രധാരൻ അർജുൻ ആയങ്കിയാണ് എന്നും അദ്ദേഹത്തിൻ്റെ DYFI ബന്ധവുമൊക്കെ പുറത്തു വന്നത്. CPM പ്രതിക്കൂട്ടിലായ കൊലപാതക കേസുകളിലെ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമടക്കം അന്ന് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ പുറത്തു വരികയുണ്ടായി. DYFI ഇതിനെ പ്രതിരോധിച്ചെങ്കിലും അർജുൻ ആയങ്കി ഉപയോഗിച്ച കാർ DYFI പ്രാദേശിക നേതാവിൻ്റെതാണ് എന്നുള്ള വെളിപ്പെടുത്തൽ അപ്പോൾ ഉണ്ടായി. ചെമ്പിലോട് നോർത്ത് വില്ലേജ് സെക്രട്ടറിയും മഞ്ചരക്കണ്ടി ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിട്ടുള്ള സജേഷിൻ്റെതാണ് കാറെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും തൻ്റെ അനുവാദമില്ലാതെയാണ് അർജുൻ ആയങ്കി കാർ എടുത്തുകൊണ്ടുപോയത് എന്ന് കാട്ടി അദ്ദേഹം പോലീസിൽ പരാതി നൽകുന്നു. ഇതോടൊപ്പം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ള ചില CPM നേതാക്കൾക്കുള്ള ബന്ധം, ആ ബന്ധവും ചർച്ചയാകുന്നു. അവർ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. കൂടാതെയാണ് ഈ അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി പോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തകർ. അവർ CPM-ൻ്റെ സൈബർ വിങ്ങിൽ നേടിയെടുത്ത വൻ അനുയായി ബന്ധവുമൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിൻ്റെ കൊലപാതകത്തിൽ 1-ാം പ്രതിയാണ് ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയപ്പെടുന്ന ആൾ. ഇതോടെയാണ് മനു തോമസിൻ്റെ നേതൃത്വത്തിലുള്ള DYFI സംഘടനയുടെ മുഖം രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലയിൽ മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2021 ജൂൺ മാസം 24-ന് കൂത്തുപറമ്പ് ടൗണിൽ പ്രസംഗിക്കാൻ എത്തിയതോടെയാണ് മനു ഉൾപ്പെട്ട DYFI നേതാക്കൾക്ക് മുന്നിൽ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിവാകുന്നത്. രാത്രി റോഡരികിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതോടെ സ്ഥലത്തെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നു. ഇരുട്ടിൽ സംഘങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചുവെങ്കിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ DYFI നേതാവ് പ്രസംഗിക്കുന്നതിനിടെ വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ഈ സംഘങ്ങളുടെ താക്കീതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
പ്രാദേശിക നേതാക്കളുടെ ഒത്താശയും വൈദ്യുതി വിച്ഛേദനത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കടകളെല്ലാം അടച്ച ഒരുതരം ഹർത്താൽ പ്രതീതിയായിരുന്നു ആ പ്രദേശത്തപ്പോൾ. സംഘടനയ്ക്കുണ്ടായ അപമാനം മറികടക്കാൻ CPM കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുത്തുവെങ്കിലും പ്രശ്നം അത്ര നിസ്സാരമല്ല എന്ന ബോധം യുവജന നേതാക്കൾക്കുണ്ടാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആകാശ് തില്ലങ്കേരിയും അർജുനായികയും DYFI നേതൃത്വത്തിനെതിരെ പരസ്യമായ ഭീഷണി മുഴക്കുകയും ചെയ്തു. അന്നത്തെ മേഖലാ ജാഥയിൽ സംസാരിക്കാൻ കൂടെയുണ്ടായ DYFI ജില്ലാ നേതാവ് തന്നെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ മനു തോമസ് പരാതിയുമായി മുന്നോട്ട് പോകും. 2022 ഏപ്രിലിൽ ജില്ലാ കമ്മിറ്റി അംഗവും ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാനുമായ ഷാജർ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് CPM ജില്ലാ കമ്മിറ്റിക്ക് മനു തോമസ് പരാതി നൽകും. കൊട്ടേഷൻ സംഘത്തിൻ്റെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശവും തെളിവായിട്ട് അദ്ദേഹം അതിനോടൊപ്പം ഹാജരാക്കുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി ഇത് കാര്യമായി അന്വേഷിക്കാൻ തയ്യാറായില്ല. 3 തവണ വിഷയം സമിതിയിൽ ഉന്നയിച്ചുവെങ്കിലും ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന് മാത്രമായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നു. 1 വർഷം കാത്തിരുന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് 2023 ഏപ്രിലിൽ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് ഇത് സംബന്ധിച്ചിട്ടൊരു പരാതി നൽകി. വിഷയം ഗൗരവമായി സംസ്ഥാന നേതൃത്വവും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ആരോപിതനായ ആൾക്ക് ഉന്നത പദവി നൽകി പാർട്ടി സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അന്വേഷണമോ നടപടിയോ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയത് മുതൽ മനു തോമസ് പാർട്ടി ഔദ്യോഗിക യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. MB ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും ഉന്നയിച്ച ആ വിഷയങ്ങളിൽ കാര്യമായ നടപടി ഇല്ലാത്തതിനാൽ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പാർട്ടിക്കുള്ളിൽ ഈ സംഭവമൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടാകാത്ത പക്ഷം അംഗത്വം പുതുക്കാതെ സ്വാഭാവികമായും ഒഴിഞ്ഞു പോകാനാണ് താൻ ശ്രമിച്ചത് എന്ന് മനു തോമസ് പറയുന്നുണ്ട്. എന്നാൽ പാർട്ടി തീരുമാനം വന്നതിനു ശേഷം സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ മനുവിനെ പുറത്താക്കി എന്ന് കണ്ണൂരിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു. ഇത് സംബന്ധിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് ജൂൺ 25 പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറില്ല. 2024 പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല. ഭരണഘടനാ പ്രകാരം അംഗത്വം പുതുക്കാതെ മനു തോമസ് ഒഴിവായതാണ് എന്ന് പറയപ്പെടുന്നു. വസ്തുതകൾ അറിയാൻ മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോഴാണ് ഈ വാർത്ത തനിക്കെതിരെ ഗൂഢലക്ഷ്യത്തോടെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാണ് എന്ന് മനു തോമസ് തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിനു പിന്നിൽ മുതിർന്ന നേതാവായിട്ടുള്ള P ജയരാജനാണ് എന്ന മനസ്സിലാക്കലിലാണ്, അദ്ദേഹത്തിൻ്റെ തണലിലാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ വരുന്നത് എന്നുള്ള ആരോപണം മനു ഉന്നയിക്കുന്നു. ഇതിനുശേഷം ഒരു വിപ്ലവകാരിയുടെ പതനമെന്ന് തുടങ്ങുന്ന P ജയരാജൻ്റെ മനു തോമസിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ സംഭവം കൂടുതൽ ശ്രദ്ധയിലേക്കെത്തി. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായിരിക്കെ തലശ്ശേരിയിലും തളിപ്പറമ്പിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹം തിരുത്തൽ വരുത്തേണ്ടതായിരുന്നു എന്നും പകരം പാർട്ടിയെ കരിവാരിത്തേക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഈ P ജയരാജൻ്റെ പോസ്റ്റിലെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലാണ് P ജയരാജനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കടുത്ത ഭാഷയിൽ മനു തോമസ് രംഗത്ത് വന്നത്. P ജയരാജനെതിരെ ഇതുവരെ ആരും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് മനുവിൻ്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കൊലപാതക കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരികയും ആരോപണങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും P ജയരാജനെതിരെ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ അടക്കം ഇതുവരെ ആരും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതോടൊപ്പം P ജയരാജൻ്റെയും മക്കളുടെയും ലളിത ജീവിതം പലപ്പോഴും സൈബർ ഇടങ്ങളിൽ വാഴ്ത്തപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതിനിടയിലാണ് വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഉപയോഗിച്ച് കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി അങ്ങനെ എന്നും പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുമെന്നുമുള്ള ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിക്കുന്നത്. സ്വന്തം ആരാധക വൃന്ദത്തിന് ആഘോഷിക്കുവാനാണ് പാർട്ടിയുടേതെന്ന വ്യാജേന ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നത് എന്നും അടക്കം ആരോപണങ്ങളുണ്ടായി. ഇതിനുശേഷം ആകാശ് തില്ലങ്കേരി മനു തോമസിനോട് പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലത് എന്ന ഭീഷണി സന്ദേശവും ഇട്ടു. ഇതിനിടെ P ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് മനുവിനെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്യുന്നു. ഇതോടുകൂടിയാണ് മനു തോമസ് കൂടുതൽ വെളിപ്പെടുത്തലുമായി മറ്റൊരു പോസ്റ്റ് കൂടി ഷെയർ ചെയ്തത്. അതിലാണ് TP ചന്ദ്രശേഖരൻ്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഷുഹൈബിൻ്റെയും കൊലപാതകങ്ങൾ വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന അഭിപ്രായ പ്രകടനം മനു നടത്തിയത്. ഒഞ്ചിയവും ഇടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. നിങ്ങളീ പറയുന്ന പ്രതിരോധം ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് എന്നും ആരാൻ്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കെട്ടുന്ന സന്തോഷത്തിലെ അല്ലെങ്കിൽ ആ സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിൻ്റെ തിളക്കത്തിലോ
ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല എന്നുകൂടി മനു കുറിച്ചു വച്ചു. വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശപ്രകാരം മനു തോമസിൻ്റെ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയെങ്കിലും താൻ ആവശ്യപ്പെടാതെയാണ് ഈ നീക്കമെന്നും അദ്ദേഹം പ്രതികരിച്ചു. എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക, തോൽവിയിൽ നിന്നും CPM പാഠം ഉൾക്കൊള്ളണമെന്ന് P. ജയരാജൻ ആരോപണങ്ങൾ പാർട്ടിയെ ഉലയ്ക്കുന്നതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ കണ്ണൂരിലെ CPM പാർട്ടി സംവിധാനത്തെ കാര്യമായി ബാധിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും അതേസമയം പാർട്ടി അനുഭാവികളും നിഷ്പക്ഷരും ഉൾപ്പെടുന്ന ജനകീയ തലത്തിൽ അത് അനുരണനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വടകരയിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം മുതൽ തന്നെ CPM ആരോപണ വിധേയമാകുന്ന കൊലപാതകങ്ങളിൽ കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, പൊട്ടിക്കൽ സംഘങ്ങളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചകൾ ഉയരുന്നുണ്ടായിരുന്നു. പാർട്ടി സംവിധാനത്തെ മറികടന്ന് അവർ നടത്തുന്ന അക്രമങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ച് പരാതികൾ ഉയരുകയും ചെയ്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനി ജയിലിലായിരിക്കെ 2017 ആസൂത്രണം ചെയ്ത് കോഴിക്കോട് നല്ലളത്ത് സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് 3 കിലോ സ്വർണം തട്ടിയെടുത്തു എന്ന കേസ് ഇതിന് ബലം നൽകുന്നതായിരുന്നു. വയനാട്ടിലെ തിരുനെല്ലിയിൽ നിന്ന് സ്വർണം വിറ്റ് മടങ്ങിയിരുന്നവരിൽ നിന്ന് 5 കോടി രൂപ തട്ടിയെടുത്ത മറ്റൊരു കേസും ഇതിനോടൊപ്പം ഉണ്ടായി. ദുരൂഹമായ രീതിയിൽ ഈ കേസുകളൊന്നും എവിടെയും എത്തിയില്ല. പാർട്ടിയുടെ നിയന്ത്രണത്തിന് അതീതമായി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറിയതോടെ പാർട്ടിയിലും ഇത് ചർച്ചയായി മാറിയെന്നുള്ളതാണ്. ഏതാണ്ട് 5 വർഷം മുൻപ് തന്നെ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കണമെന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. എങ്കിലും സംഘങ്ങളുടെ സൈബർ മാധ്യമങ്ങളിലെ സ്വാധീനവും ചില നേതാക്കൾ നൽകിയ പിന്തുണയും ഇതൊക്കെ കാരണം പാർട്ടിക്ക് കാര്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങളുടെ കാര്യത്തിൽ CPM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിയോട് അഹിതകരമായ ചോദ്യങ്ങൾ ചോദിച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ തഴയുമെന്ന സൂചനകൾ മനുവിന് നേരത്തെ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മികച്ച പ്രതിച്ഛായയുള്ള യുവനേതാവിനെ വിമർശനപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയെന്ന് വരുത്തി തീർക്കുവാൻ CPM ശ്രമിക്കുന്നില്ല. മനു തോമസ് സ്വയം ഒഴിഞ്ഞതാണ് എന്നുള്ള നിലപാട് MV ജയരാജൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം പാർട്ടിക്ക് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നും അതിനെ പലവട്ടം തള്ളിപ്പറയുകയും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള MV ജയരാജനടക്കം പറയുന്നത്. മനു തോമസിൻ്റെ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്തലുകളെ വിമർശിക്കുമ്പോൾ തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് P. ജയരാജനെ സൂചിപ്പിച്ചുകൊണ്ട് പലപ്പോഴും പറയുന്നുമുണ്ട്. മനു തോമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ CPM 2 കാര്യങ്ങളാണ് അതിനോടൊപ്പം ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഈ മനുവിൻ്റെ പുറത്താക്കലിനെ മയപ്പെടുത്തി പ്രകോപനങ്ങളില്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഉയരാവുന്ന ചർച്ചകളെ ഇല്ലാതാക്കുക. 2, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ച P. ജയരാജനെ സമ്മർദ്ദത്തിലാക്കുക. ഇതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് പലപ്പോഴും വെളിവാകുന്നത്. മനു തോമസിൻ്റേത് അത്ര ഗൗരവമുള്ള കാര്യമല്ല എന്നും ജില്ലാ തലത്തിൽ പരിഹരിക്കേണ്ട ചെറിയ പ്രശ്നമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. മനുവിൻ്റെ ആരോപണങ്ങൾ P. ജയരാജനിലേക്ക് മാത്രമാണ് എന്ന് കണ്ടതോടുകൂടി പാർട്ടി നേതൃത്വം പ്രതികരിക്കാതെ ഈ പോര് നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് P. ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിറക്കുന്നത്. പാർട്ടിയിൽ നിന്ന് സ്വയം ഒഴിവായതാണ് എന്നും പുറത്താക്കിയിട്ടില്ല എന്നുമുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് മനുവിൻ്റെ തിരിച്ചുവരവിന് വാതിൽ തുറന്നിടുന്നതാണ് എന്ന് തോന്നാമെങ്കിലും അതിന് സാധ്യത കുറവാണ്. തളിപ്പറമ്പ് പോലുള്ള മേഖലയിൽ CPMൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ കണക്കിലെടുത്താൽ നേട്ടങ്ങളുണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു യുവ നേതാവാണ് മനു തോമസ്. SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം കോളേജ് യൂണിയൻ ഭാരവാഹിയും പിന്നീട് കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനുമായും പിന്നീട് DYFIയുടെ ജില്ലാ പ്രസിഡന്റായും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിരുന്ന അല്ലെങ്കിൽ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ ജെയിംസ് മാത്യുവിന് ശേഷം ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനിക്കുന്ന നേതാവും കൂടിയായിരുന്നു ഈ പറയുന്ന അദ്ദേഹം. സമകാലികരായ കണ്ണൂരിലെ യുവനേതാക്കളിൽ ഏറെയും 2 പിണറായി സർക്കാരുകളുടെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പദവികളോ സ്ഥാനമാനങ്ങളോ നേടിയപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു മനു തോമസ് അന്ന് ആഗ്രഹിച്ചിരുന്നത്. കൊലപാതക കൊട്ടേഷൻ സംസ്കാരത്തിനെതിരെ മനു തോമസ് ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രത്യക്ഷത്തിൽ ജനകീയമാണ് എന്ന് തോന്നുമെങ്കിലും അതൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലല്ല എന്നതും കാണേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ സ്വാധീനത്തെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നതെങ്കിൽ പിന്നീട് പ്രതികരണങ്ങൾ അത് P. ജയരാജനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും നേരെയുമാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്.
ടി പി ചന്ദ്രശേഖരൻ വധത്തെയും ഷുഹൈബ് വധത്തെയും വൈകൃതമായി കാണുന്ന അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായ അരിയിൽ ഷുക്കൂറിൻ്റെതടക്കം പാർട്ടി ആരോപണ വിധേയമായതും പ്രതിസ്ഥാനത്ത് വന്നതുമായ കൊലപാതകങ്ങൾ പരാമർശിക്കുന്നില്ല. ചില ഗാങ്ങുകളെയും അവരെ സഹായിക്കുന്ന നേതാക്കളെയും മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ സജീവമായി നിലനിർത്താൻ അദ്ദേഹത്തിനാകുമോ എന്നതും ഒരു ഘടകമാണ്. മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി എന്ന വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അത് കണ്ടെത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം പ്രകാശം മാസ്റ്ററുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചുകയും ചെയ്തു. ഇനി ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമില്ലെന്ന് പാർട്ടി പലപ്പോഴായി പറയുകയും ഇത്തരം ആളുകളെ പറയുകയും ഒപ്പം തന്നെ പ്രതിരോധ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന കൊട്ടേഷൻ അംഗങ്ങളായിട്ടുള്ള പ്രതികളെ അവരെ പുറത്തിറക്കാൻ ഈ അടുത്തും സർക്കാർ തലത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ മനു തോമസ് ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. ഈ ബന്ധം ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതൊന്നല്ല എന്നും ഈ ഇടപെടലിലൂടെ തന്നെ വ്യക്തമാണ്. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും കൊട്ടേഷൻ രാഷ്ട്രീയത്തിൻ്റെയും കൊട്ടേഷൻ ബാന്ധവത്തിൻ്റെയും ഉത്തരവാദിത്തം ഒരു വിഭാഗം തന്നിലേക്ക് തിരിച്ചുവെക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കുവാൻ പി ജയരാജന് കഴിയുന്നതും ഇത്തരം സംഭവ വികാസങ്ങളിലൂടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് പരസ്യമായി പ്രതികരിക്കുവാനുള്ള പി ജയരാജൻ്റെ ധൈര്യവും. ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടെ പയ്യന്നൂർ കാനായിൽ സ്വർണം പൊട്ടിക്കലിൽ പങ്കാളിയായി എന്ന് കണ്ടെത്തിയ CPM എരമം സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം സജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. ഇതിനിടെ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണിയിൽ നിന്നും മനു തോമസിന് സംരക്ഷണം നൽകണമെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസിലേക്ക് വരാമെന്നും ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജും KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള K സുധാകരനുമൊക്കെ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. CPM സംസ്ഥാന നേതൃത്വം ആരോപണം കാര്യമായി എടുത്തില്ല എങ്കിലും കണ്ണൂരിലെ സംഭവ വികാസങ്ങൾ കടുത്ത പരാമർശവും അല്ലെങ്കിൽ വിമർശനവുമായിട്ട് ഇടതുമുന്നണിയിലുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം അടക്കം രംഗത്ത് വരികയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണ് എന്നും പ്രസ്ഥാനത്തിനെത്തിയ തിരിച്ചടിയിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറിയ അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ് എന്നുകൂടി പറയുകയാണ്. അങ്ങനെ ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ച് മുന്നോട്ട് പോയാൽ EP ജയരാജനും P ജയരാജനും MV ജയരാജനും അടങ്ങുന്ന ജയരാജത്രയങ്ങളുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കേണ്ട കണ്ണൂർ എന്ന് പറയപ്പെടുന്നത് യുവജന വിഭാഗങ്ങളുടെ കൈകളിലേക്ക് പകർന്നു നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഇതല്ല എങ്കിൽ ആ യുവജനങ്ങൾ അത് കവർന്നെടുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ജയരാജത്രയങ്ങൾക്ക് മടങ്ങാം, കമ്മ്യൂണിസ്റ്റിൻ്റെ പാരമ്പര്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. ഇനി നിങ്ങൾക്ക് ഈ യുവജന സംഘങ്ങളിൽ ഇടമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ച് മടങ്ങുന്നതാണ് ഇവർക്ക് നല്ലത്. പുതിയ കാലഘട്ടത്തിൽ ഒരു ചെമ്പട ഉണ്ടാകട്ടെ, ആ ചെമ്പടയിൽ സാമാന്യം മനുഷ്യനെ മനസ്സിലാക്കുന്നവരെങ്കിലും ഉണ്ടാകട്ടെ. ഇല്ല എങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ള ആരും അറിയാതെ പോകും. സഖാക്കൾ നടത്തുന്ന ബൂർഷ്വാ പദ്ധതികൾ, ചിന്തകൾ, രീതികൾ ഈ പാവപ്പെട്ട അണികൾ അറിയാതെ പോകും. പാവപ്പെട്ട അണികൾ മനസ്സിലാക്കട്ടെ, അവർ തിരിച്ചറിയട്ടെ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങൾ.